അപ്പോൾ ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ EM waves. ഇതോടെ ചാപ്റ്റർ കഴിയും. അത്ര ചെറിയ ചാപ്റ്റർ നോക്കി. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഇത് NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള മാതിരി ആയതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, figure shows a capacitor made up of two capacitor plates, each of radius 12 cm and separated by 5 cm. The capacitor is being charged by an external source not shown in the figure. The charging current is constant and equal to the current തന്നിട്ടുണ്ട്, radius of the capacitor തന്നിട്ടുണ്ട്, separated distance വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. Here asked what is the capacitance and rate of charge of potential difference between the plates. Obtain the displacement current across the plates. Is Kirchhoff's first rule, junction rule, valid at each. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിന് മുമ്പ് നമുക്ക് അറിയുന്ന പാരാമീറ്റേഴ്സ് എഴുതി വയ്ക്കുക, എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ, പ്ലേറ്റിൻ്റെ 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര, 10⁻² മീറ്റർ. റൈറ്റ്. എന്നാൽ സെപ്പറേഷൻ ഓഫ് ടു പ്ലേറ്റ്സ് എത്ര തന്നിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ, അതായത് 5 × 10⁻² മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻ്റെ കപ്പാസിറ്റൻസ്. ഇക്വേഷൻ എന്താ, A∈0/D അല്ലേ. ഇത് സെപ്പറേറ്റ് കിട്ടില്ലേ. A ഏരിയ ഓഫ് പ്ലേറ്റ് ആണ്, D സെപ്പറേഷൻ. അപ്പോൾ A കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ എന്താ, πr², ε0/D. ഇനി π എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3.14. r² എന്ന് പറഞ്ഞാൽ എത്രയാ, 12 × 10⁻² ഹോൾ സ്ക്വയർ. ε0 എന്ന് പറഞ്ഞാൽ എന്താ, 8.854 × 10⁻12 ഡിവൈഡഡ് ബൈ D² എന്ന് പറയുമ്പോൾ എന്താ പറയുക, സോറി D² എന്ന് പറയുന്നത് D 5 × 10⁻² കേട്ടോ. അപ്പോൾ ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ പവേഴ്സൊക്കെ പോകും. അപ്പോൾ 8.01 × 10⁻14 ഫാരഡ് എന്ന് ആൻസർ കിട്ടും. ദിസ് ഇസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിച്ച് ഇസ് ഗിവൻ ടു യു. റൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചാർജ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും ഇതെന്താ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലാണ് ചോദിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലേ, 6n വരെ ആയിപ്പോയി, സോറി n6 വരെ പോയി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ΔV/ΔT, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ എന്താ, dV/dt ആണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററിനെ പറ്റിയിട്ട് അറിയുന്ന സാധനങ്ങൾ എഴുതാം. Q = CV അല്ലേ. ഞാൻ ഇപ്പുറവും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. നമുക്ക് ടൈമിൻ്റെ റെസ്പെക്റ്റ് അല്ലേ വേണ്ടേ. അപ്പോൾ dQ/dt = dCV/dt. ഇനി C എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണല്ലോ, അത് എനിക്ക് പുറത്തേക്ക് ഇടാം അല്ലേ. അപ്പോൾ എനിക്ക് എന്താ, dQ/dt എന്താ, കറണ്ടുമാണ്. അപ്പോൾ C dV/dt. ഇനി അപ്പോൾ dV/dt കിട്ടിയില്ലേ, dV/dt എന്താണ്, I/C, കറണ്ട് ബൈ കപ്പാസിറ്റൻസ്. കറണ്ട് എത്രയാണ്, 0.15 ഡിവൈഡഡ് ബൈ 8.01 × 10⁻14 വരും. ചെക്ക് ചെയ്യണം കേട്ടോ അത് കറക്റ്റ് ആൻസർ ആണോ എന്ന്. റൈറ്റ്, ബിക്കോസ് എൻ്റെ കാൽക്കുലേഷൻ ചിലപ്പോൾ ചെറുതാവാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്. സോ ഇറ്റ് ഈസ് 18.7 × 10⁻9 V/s എന്ന് വരും. ക്ലിയർ ആവണ്ട. ദിസ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആവണ്ട. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട്, ബി പാർട്ട് എന്താ ചോദിച്ചത്, നിങ്ങളോട് ചോദിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ദിസ് ഇസ് ഔട്ട് ഓഫ് സിലബസ് ആസ് പെർ യുവർ 2021 സിലബസ്. ഓക്കെ. അപ്പോൾ ID കറണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസ് സെക്ഷൻ ഇങ്ങനെയാണെങ്കിൽ പുറത്തൊഴുകുന്ന കറണ്ട് IC ആണ് അല്ലേ, എന്നാൽ ഉള്ളിലൊഴുകുന്ന കറണ്ട് എന്താ, ID ആണ്. റൈറ്റ്. സോ ID ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, കപ്പാസിറ്റർ ഉള്ളിൽ എത്ര കറണ്ട് ഒഴുകുന്ന പറയണേ, 0.15 ആംപിയർ. അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇനി നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചത് കിർച്ചോഫ്സ് ലോ, അതായത് ഫസ്റ്റ് റൂൾ, അതായത് ജംഗ്ഷൻ റൂൾ വാലിഡ് ആണോ, ഈച്ച് പ്ലേറ്റ് ഓഫ് കപ്പാസിറ്ററിൽ വാലിഡ് ആണോ. എന്താ നമ്മളോട് കിർച്ചോഫ്സ് ലോ കറണ്ട് സത്യമല്ലേ. നോക്കിയേ, നമ്മൾ ഇവിടെ കിർച്ചോഫിലെ ടോട്ടൽ കറണ്ട് = എന്ന് പറയുന്നത് IC + ID അല്ലേ. മൊത്തം ഒഴുകുന്ന കറണ്ട് സം ഓഫ് ദ കറണ്ട്സ് വിച്ച് ആർ ഇൻസൈഡ് ഇറ്റ്. റൈറ്റ്. അപ്പോൾ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ എന്താ, വാലിഡ് ആണ്. because we take the current as the sum of conduction current and displacement current. Clear ആവുണ്ടോ? Right. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ഇപ്പോഴാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും. ഓർഡർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ പിക്ചർ വലുതാവണ മാതിരി ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. എനിവേസ് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റി ഇതേമാതിരി തന്നിട്ടുണ്ട്. മെയ്ഡ് ഓഫ് സർക്കുലർ പ്ലേസ് ഈച്ച് ഓഫ് റേഡിയസ് r is equal to 6 cm has capacitance C is equal to 100 picofarad. The capacitor is connected to a supply 230 volt AC supply with angular frequency 300 radians per second. First question, RMS value of the conduction current. സാധാരണ കറണ്ടാണ് ചോദിക്കുന്നത്. RMS value is the conduction current equal to displacement current. അത് നോക്കണം. IC ID equal ആണോ നോക്കണം. Determine the amplitude of magnetic field at a point 3 cm from the axis between the plate. അതായത് ഈ പ്ലേറ്റുകളുടെ ഇടയിൽ 3 cm ആക്സിസിൻ്റെ അവേ വെച്ചിട്ട് നിങ്ങളോട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയണേ. ആക്സിസിൽ നിന്ന് കേട്ടോ, അതായത് ഇതിൽ വരയ്ക്കാൻ പറ്റുമോ, ഈ ആക്സിസിൽ നിന്ന് 3 cm ദൂരെ കേട്ടോ. സമച്ഛമയായ വെച്ചോ ക്വസ്റ്റ്യൻ പോണില്ലേ. അപ്പോൾ ഇത് ഈയോടാ ക്വസ്റ്റ്യൻ വായിച്ചില്ലേ, ഞാൻ വെച്ചത് നീങ്ങൂല പോട്ടെ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. ആദ്യത്തെ മാതിരി റേഡിയസ് 6 സെൻറ്റിമീറ്റർ 6 × 10⁻⁻2 മീറ്റർ റൈറ്റ്. പിന്നെ കപ്പാസിറ്റൻസ് എത്ര തന്നിട്ടുണ്ട് 100 പൈക്കോഫാരഡ്. പൈക്കോ എന്ന് പറഞ്ഞാൽ എന്താടോ 100 × 10⁻⁻12 അല്ലേ. അപ്പോൾ എനിക്കിതിനെ ശരിക്കും പറഞ്ഞാൽ 10⁻10 ഫാരഡ് എന്ന് എഴുതാം. അവിടുത്തെ മിസ്റ്റേക്ക് ഒന്നല്ലോ. ഇനി വോൾട്ടേജ് എത്ര തന്നിട്ടുള്ള സപ്ലൈൻ്റെ 230 വോൾട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊരു കപ്പാസിറ്റൻസ് സർക്യൂട്ടാണെന്നറിയാമല്ലോ അല്ലേ. സോ അതേമാതിരി ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ ഒമേഗ is equal to 300 radians per second. ഇനി ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ RMS സാധാരണ കറണ്ട് എന്താ, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യണത് ആരാ, ഇവിടെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യണത് കപ്പാസിറ്ററാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ വോൾട്ടേജ് എന്താ എഴുതേണ്ടത്, AC സെക്ഷൻ അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതാം IRMS, ഇവിടെ VRMS, ഇവിടെ ആറിന് പകരം ഞാൻ എന്തിനെ എഴുതണം, ഞാനിവിടെ Z എന്ന് എഴുതണം. അല്ലെങ്കിൽ Z എന്നല്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ XC എന്ന് എഴുതണം, കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് മാത്രം അല്ലേ. ഇത്രയും മനസ്സിലായോ. അപ്പോൾ ഓരോ ടേംസ് അറിയണ്ടേ. ആദ്യം അറിയണം XC എന്താണ്. XC പഠിച്ചിട്ടുണ്ടല്ലോ 1/ωc. അതിനെനിക്ക് എഴുതാം 1/300 × 10⁻⁻10. എഴുതി കൂടെ. നമുക്ക് തന്നിട്ടുള്ള വാല്യൂ അല്ലേ, C തന്നിട്ടുണ്ട്. C നമുക്ക് എത്ര തന്നിട്ടുള്ള 100 അല്ലെങ്കിൽ 10⁻10 തന്നിട്ടുണ്ട്. ഒമേഗ നമുക്ക് 300 radians per second അല്ലേ. ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 10⁻10 മുകളിലേക്ക് പോയി, പിന്നെ 300 താഴെ. ഇതവിടെ ഇരുന്നോട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആളല്ലേ. IRMS എത്ര കറണ്ട് വന്നിട്ടുള്ളത്, VRMS അല്ലേ. VRMS എത്ര പറഞ്ഞിട്ടില്ലേ 230 വോൾട്ട് അല്ലേ. AC സപ്ലൈ കൊടുക്കുന്നത് എപ്പോഴും RMS വാല്യൂസ് മാത്രമാണ് അല്ലേ. അപ്പോൾ RMS വോൾട്ടേജ് XCൻ്റെ അവിടെ എന്ത് എഴുതണം, 10⁻10 താഴെ 300 മുകളിലേക്ക് പോകും. ക്ലിയർ ആവണ്ട. ഇനി കാൽക്കുലേഷൻ കഴിയുമ്പോൾ അച്ചോടാ കാൽക്കുലേഷൻ ചെയ്യുക. അതെ എത്ര വരിക, 23 എടുക്കുക, ഒരു 3 എടുക്കും, പിന്നെ 3 0 ഉണ്ട്, 10⁻3 വരും. പിന്നെ 10⁻10 മുകളിലേക്ക് വന്ന് -10 മുകളിലേക്ക് വന്ന് -7 വരും. 9 6 അല്ലേ. 69 × 10⁻⁻7 അല്ലെങ്കിൽ 6.9 × 10⁻⁻6 കറണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് മൈക്രോയിൽ എഴുതാൻ വേണ്ടിയിട്ടാണോ. അപ്പോൾ എനിക്ക് കറണ്ട് IRMS എത്രയാണ് 6.9 മൈക്രോ ആംപിയർ കിട്ടിയാ. ഇനി അതാണ് നമ്മുടെ IRMS കറണ്ട്. ഇനി നമ്മളോട് B പാർട്ടായിട്ട് ചോദിച്ചത് എന്താണെന്നറിയോ, ഓർമ്മ എന്താ, കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും ഈക്വൽ ആണെന്നറിയും. അപ്പം ഞാൻ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇവിടെ ID ക്യാപിറ്റൽ എഴുതിയതാണ്. എന്താ, ε0 dφ/dt എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു അല്ലേ. ഈ φ എന്താ, ഇലക്ട്രിക് ഫീൽഡിൻ്റെയാണ് കേട്ടോ, ഫ്ലക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ E0 dφൻ്റെ പകരം d/dt, ഇവിടെ E.A റൈറ്റ്. ക്ലിയർ ആവണ്ട. D.A എന്നല്ല, ഇവിടെ ആംഗിൾ സെക്ഷൻ നമ്മൾ നോക്കുന്നില്ല. ഏരിയ വെക്ടർ ആയാലും വെക്ടർ ആയാലും
സെയിം ആംഗിളിലാണ് അല്ലേ? നോക്കിയോളൂ, ഇതല്ലേ പാരലൽ പ്ലേറ്റ്. ഏരിയ വെക്ടർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാവുക ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ. സോ കോസ് തീറ്റ എന്തായും 1 ആയി. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആയാ? അപ്പോൾ ഇനി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാ വെച്ചാൽ എപ്സിലോൺ നോട്ട്. ഇതിൽ എന്താണ് കോൺസ്റ്റൻറ്റ്? എ ആണ് കോൺസ്റ്റൻറ്റ്. ഏരിയ മാറുന്നുണ്ട് പ്ലേറ്റിൻ്റെ, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുക, ചാർജ് ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ DE/dt. എനിക്ക് എന്താണെന്നറിയില്ല, എന്ന് എഴുതണം, ഇവിടത്തൊക്കെ എപ്സിലോണാണ് വരിക. പോട്ടെ. ഇനി ദിസ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എപ്സിലോൺ നോട്ട് A d/dt ഓഫ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വാട്ട്? നമ്മൾ കുറച്ച് നേരത്തെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ അല്ലേ പഠിച്ചിരുന്നു. എപ്സിലോൺ നോട്ട് A ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലുള്ള എനർജീൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പഠിച്ചിരുന്നു. Q എപ്സിലോൺ നോട്ട് A എന്ന്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? Q എപ്സിലോൺ നോട്ട് Q/. ഞാൻ എഴുതുന്നത് മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ കുറേയൊക്കെ മിസ്സായിട്ട് പോകും. എപ്സിലോൺ നോട്ട് A 1 എപ്സിലോൺ നോട്ട് A dQ/dt അല്ലേ? മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി മാറുന്നുണ്ടോ? ഏരിയ മാറുന്നുണ്ടോ? അത് കോൺസ്റ്റൻ്റായി പുറത്തേക്ക് കിട്ടും. ഞാൻ വാട്ട് ഇസ് dQ/dt? അയാളാണ് നമ്മുടെ കറണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, എപ്സിലോൺ നോട്ട് A മാറി. ഇപ്പോൾ dQ/dt എന്തായി? കറണ്ട്. അത് നമ്മുടെ കണ്ടക്ഷൻ കറണ്ടിൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടിൻ്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ്, സ്വഭാവമല്ല കേട്ടോ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ക്ലിയർ ആവണ്ട? അത് തിയററ്റിക്കൽ സെക്ഷനുമാണ്. വാല്യൂസ് ക്ലിയർ ആവണ്ട? നൗ നമ്മുടെ തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം അല്ലേ? നൗ നമ്മളോട് എന്ത് പറഞ്ഞില്ല? ആക്സിസ്, ഫ്രം ദ ആക്സിസ്, പ്ലേറ്റ്സിൻ്റെ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ചെയ്യുന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് അറിയേണ്ടത്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എനിക്ക് 3 × 10⁻² മീറ്റർ എന്ന് എഴുതണം. ഇനി റേഡിയസ് എത്രയാണ് പ്ലേറ്റിൻ്റെ? നമുക്ക് ക്യാപിറ്റൽ ആവുന്ന എഴുതാം. 6 സെൻറ്റിമീറ്റർ അല്ലേ? 6 × 10⁻² മീറ്റർ. ഇവിടെ വൃത്തിയോടായി 0. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് എങ്ങനെ? നമ്മൾ അതിൻ്റെ ഇക്വേഷനൊക്കെ അറിയേണ്ടതാണ്. എന്തുവാ? ബിറ്റ്വീൻ ഫീൽഡ്സ് അറിയില്ലെങ്കിൽ എഴുതുക. B is equal to 2 പ്ലേറ്റുകളുടെ കേസൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടിരിക്കേണ്ടതാണ് കേട്ടോ. μ0 2πr² into μ0I divided by 2πr² into the distance. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. അറിയില്ലെങ്കിൽ എഴുതി വയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾ എക്സ് എന്നൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇറ്റ്സ് ഓക്കെ. ഇനി I മാക്സിമം കറണ്ട് ആയിരിക്കുമ്പോൾ, മാക്സിമം കറണ്ട് I0 ആയിരിക്കുമ്പോൾ, നമ്മുടെ മാക്സിമം അല്ലെങ്കിൽ കറണ്ട് ആയിരിക്കുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് ശരിക്കും? I0 അറിയില്ലെങ്കിൽ നോക്കി ഇങ്ങനെ പഠിച്ചാൽ മതി. I0/√2 ആണ് IRMS. അപ്പോൾ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എത്രയാണ്? I0 is equal to √2 IRMS അല്ലേ? അപ്പോൾ ഇവിടെ കിടക്കുന്നത് കറണ്ട് എന്താ? മാക്സിമം കറണ്ടാണ്. നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പോകണമെന്നല്ല, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ അല്ല, നമ്മൾ സാധാരണ AC സെക്ഷൻ നോക്കണില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ B is equal to μ0R divided by 2πr² അല്ലേ? ഇവിടെ ഇവിടെ എന്താ നമ്മുടെ AC സെക്ഷനല്ലേ ഇവിടെ വയ്ക്കുന്നത്? കറണ്ട് ഞാൻ RMS വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ വന്നിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് AC സെക്ഷൻ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കേണ്ട കറണ്ടും എന്താണ്? AC കാരണമുള്ള കറണ്ട് വയ്ക്കാനുള്ളത്, ദാറ്റ് ഈസ് RMS കറണ്ട്. ക്ലിയർ ആവണ്ടാ? ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടോ. 4π × 10⁻7 R എത്രയാണ്? 0.03 √2 IRMS എത്ര? 6.9 × 10⁻6 ഹോൾ ഡിവൈഡഡ് ബൈ 2π 3.14 ഇൻറ്റു R² എന്ന് പറയുമ്പോൾ 0.06 ഹോൾ സ്ക്വയർ. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് അറൗണ്ട് 1.63 × 10⁻11 ടെസ്ല. ക്ലിയർ ആയ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മളോട് തന്നിരിക്കുന്നത്, സപ്പോസ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് E0 is equal to 120 Newton per coulomb, right? And what is and that its frequency is mu is equal to mu എന്ന് പറഞ്ഞാൽ F എന്ന് എഴുതാം, കുഴപ്പമില്ല, 50 MHz ആണ്. യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് 4 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയുന്നത്. B0,
omega, k, lambda. Then you are asked what is expression for E and B. അതായത് നിങ്ങളോട് ചോദിക്കുന്നത് ഗ്രാഫ്, അതായത് സൈൻ വേവായിട്ട് അല്ല സൈൻ അല്ലെങ്കിൽ വേവ് ഫോമിൽ ഇക്വേഷൻ എഴുതില്ലേ, അങ്ങനെ എഴുതാനാണ് ചോദിക്കുന്നത് കേട്ടല്ലോ. ഇനി ആവശ്യം കോലാണ് ചോദ്യം. പിന്നെ ബ്ലൂ കളർ എടുക്കട്ടെ. നമ്മളോട് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതിയത്. നമുക്ക് തന്നിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ 120, റൈറ്റ്. സിമിലർലി ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, എനിക്ക് എഫ് എന്ന് എഴുതാം, നമ്മൾ എഫ് എന്നല്ല എഴുതി പഠിച്ചിട്ടുള്ളത്. എഫ് ഇസ് ഈക്വൽ ടു 50 MHz എന്ന് പറഞ്ഞാൽ എന്താ 50 × 10⁻⁶ ഹെർട്സ്, റൈറ്റ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം അല്ലേ. നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം, ഓരോന്നും അതിൻ്റെ രീതിയിൽ പോട്ടെ, റൈറ്റ്. സി ഈസ് ഈക്വൽ ടു, അത് ആവശ്യമുണ്ട് നമുക്ക് ഫർദർ കാൽക്കുലേഷനിൽ കേട്ടോ. സി ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്, റൈറ്റ്. സി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല, സോറി, ഞാൻ വായിച്ചപ്പോൾ വിചാരിച്ച സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഇറ്റ് ഇസ് ഓൾറെഡി നോൺ. ഐ തോട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ്, പക്ഷേ അത് ഗിവൺ അല്ല, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാം, റൈറ്റ്. എന്നാലും ഇപ്പോൾ ഇതിൽ അത്യാവശ്യമില്ല. നമുക്ക് ഇക്വേഷനായിട്ട് തന്നിരിക്കുന്നത് സി ഈസ് ഈക്വൽ ടു E0/B0. ഇതിൽ E0 തന്നിട്ടുണ്ട്. സി നമുക്ക് 3 × 10⁸ എന്നറിയാം. E0 എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 120 അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് B0 കണ്ടുപിടിക്കാം, റൈറ്റ്. B0 എന്ന് പറഞ്ഞാൽ 40 ഉണ്ടാവും, 40 × 10⁻⁸ വരും, മനക്കണക്ക് ചെയ്താൽ പോരെ. B0 ഇസ് ഈക്വൽ ടു 40, അല്ലെങ്കിൽ 4 ഇടാണെങ്കിൽ 10⁻, ഇല്ല 400 ആക്കിയാലോ, 400 ആക്കി കഴിഞ്ഞാൽ 10⁻⁻9 വരും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു 400 നാനോ ടെസ്ല എന്ന് എഴുതാം. ഇതൊക്കെ വെറുതെ എഴുതണായിട്ടാണ് ഭംഗിക്ക്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 10⁻⁻9 എഴുതാതെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചതിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അറിയണേ പവേഴ്സ്. അപ്പോൾ നമ്മളോട് ആദ്യത്തെ ടേം അതാവണമെന്നില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന ടേംസ് കണ്ടുപിടിക്കാം. B0 കണ്ടിട്ടില്ലേ. ഇനി ഒമേഗയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒമേഗ നമുക്ക് സുഖമല്ലടോ, 2πf ആണ്. 2 × പൈൻ്റെ വാല്യൂ എത്ര, 3.14. പിന്നെ 50 × 10⁻⁶ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 3.14 അല്ലേ. ഇത് 100 ആവില്ലേ, 100 × 10⁸ റേഡിയൻ പെർ സെക്കൻഡ്. ദസ് ഈസ് ഒമേഗ. ക്ലിയർ ആയാ. ഇനി അതേമാതിരി നിങ്ങളോട് വേവ് നമ്പർ ചോദിക്കുന്നുണ്ട് അല്ലേ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് K⍵/c അല്ലെങ്കിൽ 2π/λ എന്നും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലാംഡ കണ്ടുപിടിക്കാതിരിക്കണ്ടേ. അപ്പോൾ 3.14 × 10⁸ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സി എന്താ 3 × 10⁸, എറൗണ്ട് 1ൻ്റെ അടുത്തുണ്ടാവും. കറക്റ്റ് അല്ല കേട്ടോ, ഞാൻ വെറുതെ ഒരു ഗസ് വർക്കാണ്. ദിസ് എറൗണ്ട് 1 പോയിൻറ്റ് സംതിങ് ഉണ്ടാവും, 1ൻ്റെ അടുത്തുണ്ട്. ക്ലിയർ ആവുണ്ടല്ലോ. ഇനി വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്, ലാംഡ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ കഴിഞ്ഞാൽ ഇനി എന്താ, ലാംഡ ആണ് ചോദിച്ചിട്ടുള്ളത്. ലാംഡ ഇസ് ഈക്വൽ ടു എന്താ, C/μ അല്ലെങ്കിൽ C/f അല്ലേ. ലാംഡ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ വേവ് ലെങ്ത്, സോറി ഫ്രീക്വൻസി, വേവ് ലെങ്ത് തന്നെ. അപ്പോൾ ഫ്രീക്വൻസി എഴുതുമ്പോൾ സി എത്ര, 3 × 10⁸, ഫ്രീക്വൻസി എന്താ 50 × 10⁻⁶. അപ്പോൾ നമുക്ക് 6 മീറ്ററിന് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് എ വേവ് ലെങ്ത് ഓഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇനി നമ്മളോട് എക്സ്പ്രഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുക നമ്മൾ, E0 sin kx - ωt എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ E0 എന്ത് തന്നിട്ടുള്ള 120 തന്നിട്ടുണ്ട്. സൈൻ കെയുടെ വാല്യൂ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 1.1 എന്ന് എഴുതിയാൽ മതി. 1x - ഒമേഗ 3.14 × സംതിങ് അല്ല, 3.14 × 10⁸t. ഇതാണ് ഇൻ്റെ എക്സ്പ്രഷൻ കേട്ടോ. ഇനി അതേമാതിരി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാലോ, B ഇസ് ഈക്വൽ ടു B0 sin kx - ωt. അപ്പോൾ B0ൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതണം, 4 × 10, 400 നാനോ അല്ലേ, അതന്നെ എഴുതാം നാനോ. പവർ വെച്ചിട്ട് എഴുതുന്നില്ല, നല്ല ഭംഗിയില്ല. 4 × എന്ന് എഴുതാം, 400 കളഞ്ഞിട്ട് 10⁻⁻7 എന്നാക്കാം. സൈൻ കെൻ്റെ സ്ഥലത്ത് എന്താ ഇപ്പോൾ തന്നെ എഴുതിയത്, അതൊക്കെ സെയിം ആണ്, എൻ്റെ ഉള്ളിലത്തെ 3.14 × 10⁸t. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ബി. ക്ലിയർ ആയാ. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. സാധനം ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇതിൽ പണി ഇച്ചിരി ഇല്ലേ.
ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങളോട് കുറച്ച് പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ, വേവ്സിൻ്റെ വേവ് ലെങ്ത്തൊക്കെ കുറച്ച് വാല്യൂ കാണപ്പെടാൻ പഠിക്കണം. റൈറ്റ്, അത് കാണപ്പെടല്ല, എൻ്റെ റേഞ്ചിങ്ങിൽ അറിഞ്ഞാൽ മതി. അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The terminology of different parts of the electromagnetic spectrum is given in the text. Right? Use the formula E is equal to h nu. ഇതാണ് എനർജി ഓഫ് ഫോട്ടോൺ കേട്ടോ. ക്വാണ്ടം റേഡിയേഷൻ, അതായത് നിങ്ങൾ നെക്സ്റ്റ് ആറ്റംസ് ന്യൂക്ലിയറിൻ്റെ ഭാഗത്തൊക്കെ അത് പഠിക്കും. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ഉള്ളത് പഠിക്കും. E is equal to h nu and obtain the photon energy. We have to find the expression for E in units of electron volt. Right? For different parts of electromagnetic spectrum. In what way the different scales of photon energy that you obtain related to the sources of electromagnetic radiation. അതായത് ഓരോ റേനെ എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക നമ്മൾ അതിൻ്റെ എനർജി കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് താഴേന്ന് തുടങ്ങാം. അതിനാണ് ഫ്രീക്വൻസി ഏറ്റവും ഹയസ്റ്റ്, വേവ് ലെങ്ത് കുറവ്. അതായത് നമ്മുടെ ഹീറോ ഗാമ. റൈറ്റ്, ഇപ്പോൾ എന്ന് എഴുതണോ? എന്ന് എഴുതിക്കാം കേട്ടോ. ഗാമ റേസ്. റൈറ്റ്, ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ എഴുതാം, ചിലർ ഇങ്ങനെ എഴുതുക, ഇതിങ്ങനെ എഴുതും. ആറുമാതിരി ഇരിക്കരുത്, ഈ ഭാഗം ചെറുതായിരിക്കണം കേട്ടോ. റൈറ്റ്, സോ ദിസ് ഇസ് ഗാമ റേസ്. റൈറ്റ്, ഗാമ റേസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3 × 10⁻20 ഹെർട്സ് ആണ് അറൗണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ എനർജി ഇതൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ നേരിട്ട് ചോദിക്കില്ല. അങ്ങനെയാണ് തരുന്നുണ്ടെങ്കിൽ തന്നെ ഈ പാരാമീറ്റേഴ്സ് തന്നിരിക്കും കേട്ടോ കുറച്ചൊക്കെ. റൈറ്റ്, പക്ഷേ എച്ചിൻ്റെ വാല്യൂ നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ വാല്യൂ 6.6 × 10⁻34 ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കേട്ടോ. അത് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. സോ എച്ച് വാല്യൂ 6.6 × 10⁻34 ഇൻറ്റു മ്യൂൻ്റെ അവിടെ നമ്മൾ എന്ത് എഴുതണം? ഫ്രീക്വൻസി ഓഫ് ഗാമ റേസ് എഴുതണം. 3 × 10⁻20 ഹെർട്സ് ഉണ്ട്. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 6.3 അപ്പോൾ 18 വരും. 18ഉം 19.8 അല്ലേ? 19.8 × 10⁻14 ജൂൾസ് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? റൈറ്റ്, അപ്പോൾ നമുക്ക് ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്കാക്കണം അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ജൂൾസിന് ഇലക്ട്രോൺ വോൾട്ട്. ഇത് നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണിൻ്റെ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇപ്പോൾ നോക്കി, ഒരു ഇലക്ട്രോണിൻ്റെ വോൾട്ട് ചാർജ് നോക്കുമ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അറിയണേ. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റുമ്പോൾ ഇഫ് യു ആർ കൺവേർട്ടിങ് ജൂൾസ് ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട്, ഇതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും, എന്നാലും അറിഞ്ഞിരിക്കുക. അവിടെ വെച്ചിട്ട് ഇത് മുഴുവൻ എടുക്കാൻ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല. 19.8 × 10⁻14 ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1.6 × 10⁻19. അപ്പോൾ നമുക്ക് കിട്ടും അറൗണ്ട് 1.24 × 10⁻6 ഇലക്ട്രോൺ വോൾട്ട്. റൈറ്റ്, അത് നിങ്ങൾ പിന്നെ പഠിക്കുകയും ചെയ്യും. ഗാമ റേസൊക്കെ ന്യൂക്ലിയർ ഒറിജിൻ ആണല്ലേ? അത് ഭയങ്കര, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ക്ലാസ് എടുക്കുന്നത്, മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. വളരെ ഹൈ എനർജിയാണ് കണ്ടോ. എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂൾസിൽ നോക്കിയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ സുഖം. 19.8 ജൂൾസ്, 10⁻14 ജൂൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹൈ ജൂൾസ് മാൻ. അത് ചൂടൊന്നുമല്ല, നിങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് സീരിയലോ അല്ലെങ്കിൽ നമ്മുടെ ഈ അവരുടെ പേരത്തോട്ടെ ഈ ആനിമേഷൻ സിനിമയൊക്കെ എടുക്കണവർ, അയൺമാനൊക്കെ എടുക്കണ അതുമാതിരിയൊക്കെ വേറെ ലോകത്തൊന്നും വരണമായിട്ടൊന്നും ശരിക്കും സംഭവിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയണതാ, അത് പറഞ്ഞു പോട്ടെ. എന്നാലും കാണാനൊരു ദിവസം. ഇനിയിപ്പോൾ എന്നാണ് ആ സിനിമ കാണാൻ പറ്റുക. ഇനി നെക്സ്റ്റ് അടുത്ത ഫ്രീക്വൻസി, തൊട്ടടുത്ത ഫ്രീക്വൻസി ഹൈ ഉള്ള ആളാണെന്ത്? എക്സ്റേസ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3 × 10⁻18 ഹെർട്സ് ആണ്. അപ്പോൾ ഹെർട്സ് പോയി. അപ്പോൾ എനർജി ഇതേമാതിരി നോക്കണം. എനർജി ഇസ് ഈക്വൽ ടു h nu is equal to 6.6 × 10⁻34 × 3 × 10⁻18 അല്ലേ? h nu ഇട്ടപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് ഇതിൻ്റെ അറൗണ്ട് കിട്ടുക 19.8 തന്നെയാണ് അല്ലേ? ആകെ പവറിലല്ലേ വ്യത്യാസം വരുള്ളൂ. 10⁻- അല്ലല്ലോ 18 ഇതല്ല, 34 18 പോയി കഴിഞ്ഞാൽ -16 അല്ലേ? 8 കുറവാണ്. അപ്പോൾ ഈനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 1.6 × 10⁻. ഇതെന്തിനാന്നൊക്കെ നിങ്ങൾ പിന്നത്തെ ചാപ്റ്ററിൽ പഠിക്കൂട്ടോ. എന്തുകൊണ്ട്
1 ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന്. സോ 1.24 ഇൻറ്റു 10⁴ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. നേരത്തെ ഓർമ്മ ഉണ്ടോ? 1.24 തന്നെ, പക്ഷേ 10⁶ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇവിടെ 100 എമൗണ്ട് വെച്ചിട്ട് കുറഞ്ഞു. ക്ലിയർ ആവണ്ട? ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോൺ ഇല്ലേ, അത് ഇത്തിരി സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റേസാണ് എക്സ്റേ. ഇതൊക്കെ നിങ്ങൾ തിയറിയിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. യു ഗൈസ് ഹാവ് ടു റീഡ് ഇറ്റ് ആൻഡ് ഇഫ് പോസിബിൾ മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് അൾട്രാ വയലറ്റ് റേസ് ആണ്. സി അൾട്രാ വയലറ്റ് റേസിൻ്റെ ഫ്രീക്വൻസി 10⁻15 ഹെർട്സ് ആണ്. കേട്ടോ, വ്യത്യാസം ഒന്നുണ്ട. 10⁻15 ഹെർട്സ് ആണെങ്കിൽ അതേമാതിരി എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? എച്ച് ന്യൂ ഇടണം. എച്ച് എത്രയാണ്? 6.6 ഇൻറ്റു 10⁻−34 ഇൻറ്റു ന്യൂ ഇടുമ്പോൾ 10⁻15. അപ്പോൾ ആൻസർ കിട്ടുമ്പോൾ 6.6 ഇൻറ്റു 10⁻−19 ജൂൾ എന്ന് കിട്ടും. കേട്ടോ, പിന്നെയും ചെറുതായി എനർജി അല്ലേ. ഇനി ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ 6.6 ഇൻറ്റു 10⁻−19 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻−90. സുഖമായിട്ടുള്ള കാൽക്കുലേഷനാണ്. ഏതാണ്ട് നിങ്ങൾക്ക് 4 something കിട്ടും. 4.125 ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ ആയ? ഇത് എക്സൈറ്റേഷൻ്റെ സാധനം പോകുമ്പോൾ ആറ്റംസ് എക്സൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെന്ന് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉണ്ടാവണം കേട്ടോ. ആൻഡ് ഹീറ്റാണ് കൂടുതലുണ്ടാവുക. എന്നാ വിസിബിൾ റേസ്, അത് നമ്മൾ സാധാരണ വിസിബിൾ റേസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 10⁻14 ഹെർട്സ് ആണ്. റൈറ്റ്? എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എച്ച് മ്യൂ. ഇപ്പോൾ 6.6 ഇൻറ്റു 10⁻−34 ഇൻറ്റു 6 ഇൻറ്റു 10⁻24. അതെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? അറൗണ്ട് 24 6 ഇൻറ്റു 10⁻14 അല്ലെന്നല്ലേ. അപ്പോൾ 39.6 ഇൻറ്റു 10⁻−20 ജൂൾസ് കിട്ടും. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്താ? 1.6 ഇൻറ്റു 10⁻−19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ ഈ സാധനത്തിന്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2.475 ഇലക്ട്രോൺ 4 അത്രയൊന്നും വേണ്ട ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ? ഇതും എന്താണ്? വാലൻസ് ഇലക്ട്രോണിൻ്റെ എക്സൈറ്റേഷൻ ആയതുകൊണ്ടാണ് നമ്മുടെ വിസിബിൾ റേഡിയേഷൻ വരുന്നത്. ക്ലിയർ ആവണ്ട? അപ്പോൾ ഇതേമാതിരി ബാക്കിയുള്ള വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഞാൻ ഇത്രയും ചെയ്തില്ലേ, ബാക്കി ഇനി 3 നിങ്ങൾക്ക് ചെയ്യാം. റൈറ്റ്? ടു ഇറ്റ്. റൈറ്റ്? ആൻഡ് മേക്ക് എ ചാർട്ട്. സോ യു വിൽ സേ എക്സ്റേസിനാണ് ഏറ്റവും ഹയസ്റ്റ് ഫോട്ടോൺ എനർജി ഉള്ളത്. ബാക്കി മുകളിലോട്ട്, അതായത് ഹയസ്റ്റ് വേവ് ലെങ്ത് കൂടുന്തോറും എനർജി കുറഞ്ഞു വരും കേട്ടോ. റൈറ്റ്? നൗ വിൽ ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a plane electromagnetic wave, the electric field oscillates sinusoidally at a frequency 2 into 10⁻10 Hz and amplitude is 48 volt per meter. What is the wavelength of the wave? What is the amplitude of the oscillating magnetic field? Show that the average energy density of electric field equals average energy density of magnetic field and the velocity of light is given. Okay, ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇത് നല്ല മെത്തേഡാട്ടോ. അത് പെട്ടെന്ന് വലുതാവാനുള്ള ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പോട്ടെ. ഇനി അപ്പോൾ നമുക്ക് എന്തോന്നുണ്ട്? ഫ്രീക്വൻസി ഇപ്പോഴാക്കാം. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ട്. F is equal to 2 into 10⁻10 ഹെർട്സ് അല്ലേ. പിന്നെ തൊട്ടുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്ര തന്നുണ്ട്? 3 into 10⁸ മീറ്റർ/സെക്കൻഡ്. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എത്ര തന്നിട്ടുള്ള? 48 വോൾട്ട് പെർ മീറ്റർ. റൈറ്റ്? അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിച്ച ഏറ്റവും സുഖം ലാംഡ is equal to C/F. അപ്പോൾ 2 into 10⁻10 ഡിവൈഡഡ് ബൈ 3 into 10⁸. അപ്പോൾ നമുക്ക് ഏതാണ്ട് 1.5 into 10⁻- തെറ്റിപ്പോയാൽ അങ്ങോട്ട് തെറ്റിയില്ല വാല്യൂസ്. സോറി, 3 into 10⁸ അല്ലേ. സി ഞാൻ അങ്ങോട്ട് എഴുതി. അപ്പോൾ സി എന്താ? 3 into 10⁸ ഡിവൈഡഡ് ബൈ 2 into 10⁻10. അപ്പോൾ നമുക്ക് 1.5 into 10⁻−2 മീറ്റർ എന്ന് കിട്ടും. റൈറ്റ്? ക്ലിയർ ആകണ്ട? ഇനി അടുത്ത സെക്കൻഡ് ഭാഗം എ ആണ് അല്ലേ. ബി എന്താ ചോദിച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സി ഇത് നേരത്തെ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ മാതിരി തന്നെയാണ്, പക്ഷെ അവിടെ നമുക്ക് തന്നത് എന്തായിരുന്നു? ഇ എന്നല്ലേ തന്നെ ഓർമ്മയില്ല.
ഇ നോട്ട് ബൈ ബി നോട്ട് അല്ലേ. അപ്പോൾ ബി നോട്ട് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഇ നോട്ട് ബൈ സി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇ നോട്ടിൻ്റെ അവിടെ എത്രയാണ്, 48 വോൾട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം തന്നിട്ടുണ്ട്. സീൻ്റെ വാല്യൂ എത്രയാണ്, 3 × 10⁸ അല്ലേ. അപ്പോൾ നമുക്ക് 1.6 × 10⁻⁻7 ടെസ്ലാന്ന് കിട്ടും അല്ലേ. ഇനി ഏറ്റവും വ്യത്യാസമായിട്ടുള്ളത് സി പാർട്ടാണ്. ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ആണോ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് എനർജി ഡെൻസിറ്റി എത്രയാണ് അതറിയാം, 1/4 ε0 E0² ആട്ടോ. 1/4 എന്താ ആവറേജ് ആണ് എടുക്കുന്നത് റൈറ്റ്. അപ്പോൾ /2 വേണം, 1/2 ആണ്, അത് ഹോൾ ഡിവൈഡ് ബൈ 2 വരും ആവറേജിൽ എടുക്കുന്നത് റൈറ്റ്. സോ ഇറ്റ് ബിക്കംസ് 1/4 ε0 E0². നമുക്കറിയാം എന്താ, E0/B0 ഇസ് ഈക്വൽ ടു സി ആണ് അല്ലേ. ഇപ്പോൾ ഇത് ഈ വാല്യൂയിലേക്ക് യൂസ് ചെയ്യാൻ പോവാം അല്ലേ. അപ്പം നമുക്ക് യുഇനെ ഇതേമാതിരി ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ആവറേജ് വെച്ചിട്ടായിരുന്നില്ല കേട്ടോ. 1/4 ε0 E0² സ്ഥലത്ത് എന്താ, സിയും B0 എഴുതാം. അപ്പോൾ CB0² വരും റൈറ്റ്. അല്ലെങ്കിൽ എനിക്കിതിന് എന്തെന്ന് എഴുതാം, 1/4 ε0 C² B0² എന്ന് എഴുതാം അല്ലേ. ഇനി നേരത്തെ ചെയ്ത മാതിരി തന്നെ സി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതും, 1/√μ0 ε0. അപ്പോൾ എനിക്ക് C² എന്ത് എഴുതാം, 1/μ0 ε0. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 1/4 എന്താണ് ε0 C² അവിടെ μ0 ε0 B0² റൈറ്റ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് എത്ര വരിക ആൻസർ, 1/4 B0²/μ0. ഇതെന്താ, ദിസ് ഇസ് ദ ആവറേജ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി പെർ യൂണിറ്റ് വോള്യൂം ഒന്നല്ല കേട്ടോ, ദിസ് ഇസ് ആവറേജ് ഡെൻസിറ്റി അല്ലേ. അപ്പോൾ എനർജി ഡെൻസിറ്റി ഇടുമ്പോൾ ഡിവൈഡ് ബൈ 2 കൂടി വരും. ക്ലിയർ ആയാം റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. About 5% of the power of a 100-watt light bulb is converted to visible radiation. What is the average intensity of the visible radiation at a distance of 1 meter from the bulb and at a distance of 10 meter? ഇതൊക്കെ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 5% അല്ലേ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ പവർ അപ്പോൾ എത്രയാണ്, നമുക്ക് ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു 100 വാട്ട് അല്ലേ. അപ്പോൾ വിസിബിൾ റേഡിയേഷൻ എത്രയേ ഉള്ളൂ, 5% ഉള്ളൂ. അപ്പോൾ വിസിബിൾ റേഡിയേഷൻ is equal to 5%, that is 5/100 of total power, that is 100, that is you will get 5 watt. അപ്പോൾ ഇത്രയും റേഡിയേഷൻ 5 വാട്ട് ഓഫ് റേഡിയേഷൻ പവറേ ഉള്ളൂ വിസിബിളായിട്ട് അല്ലേ. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ നോക്കിയേ. ഇനി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ എന്താണ് ആവറേജ് ഇൻറ്റൻസിറ്റി അല്ലേ വിസിബിൾ റേഡിയേഷൻ്റെ. എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, 1 മീറ്റർ ഡിസ്റ്റൻസിൽ സ്ഫിയർ മാതിരി ആയിരിക്കും അല്ലേ. ക്ലിയർ ആവുണ്ടോ. അപ്പോൾ ലൈറ്റ് ബൾബാണെങ്കിൽ ഇതല്ലേ നമ്മൾ ബൾബ്, ഒരു ബൾബ് ഒന്ന് ഇങ്ങനത്തെ ഷേപ്പായി പോയത് നമുക്കറിയാം. ബൾബ് ഈ ബൾബിൽ നിന്ന് പിന്നെ ഇങ്ങനെയല്ലേ പ്രകാശം പോവുക അല്ലേ. അപ്പോൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഒരു സ്ഫിയറിൻ്റെ സെക്ഷൻ മാതിരിയാണ് അല്ലേ. ക്ലിയർ ആവുന്നു ഇങ്ങനെ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ഫിയർ എന്താ വെച്ചാൽ എന്തുപാടിയത് 4πr² അല്ലേ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് വിസിബിൾ റേഡിയേഷൻ എന്താ, പവർ ബൈ ഏരിയ. അതറിയണം കേട്ടോ, ഇൻറ്റൻസിറ്റീൻ്റെ പവർ ബൈ ഏരിയ ആണ്. നിങ്ങൾ പിന്നെ പഠിക്കും, എന്നാലും അറിയാം. ഇൻറ്റൻസിറ്റി ഓഫ് വിസിബിൾ റേഡിയേഷൻ ഇസ് ഈക്വൽ ടു പവർ പെർ യൂണിറ്റ് ഏരിയ അല്ലേ. എത്ര പവർ ഉണ്ട് ഒരു കുഞ്ഞ് ഏരിയ അല്ലേ. അത് കാണുമ്പോഴാണ് നമുക്ക് നോക്കി. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു നല്ല ടോർച്ച് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ഡിസ്റ്റൻസിലേക്ക് പ്രകാശം അടിച്ചു. അവിടെ കുഞ്ഞ ഏരിയയിൽ നല്ല ഇൻറ്റൻസിറ്റി എല്ലായിടത്തും നോക്ക്. ഓരോ ഏരിയയിൽ ക്ലിയർ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എന്താ, ടോർച്ച് നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ടോർച്ചാണ്. എന്നാൽ എൻ്റെ കയ്യിൽ വേറെ ടോർച്ചുണ്ട്, വീക്കാണ്, കുറേ കാലമായി ബാറ്ററിയൊക്കെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രകാശം കുറവായിരിക്കും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ പറയും എന്താ, ഇൻറ്റൻസിറ്റി കുറവുള്ള ടോർച്ചാണ്. ക്ലിയർ ആവുണ്ട്, അത് നോർമൽ സയൻസ് ആണ് കേട്ടോ. സോ പവർ പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി പറയുന്നത്. അപ്പോൾ പവർ എത്രയും തന്നിട്ടുണ്ട്, 5 ഉള്ളൂ ഇപ്പോൾ അല്ലേ. അപ്പോൾ ഏരിയ എത്ര ഉണ്ട്, 4πr² അല്ലേ. 3.14 r² എത്രയാണ് 1². അത്ര ഡിസ്റ്റൻസിൽ രണ്ടാണല്ലോ സ്ഫെറിക്കൽ സെക്ഷൻ നോക്കുമ്പോൾ. അപ്പോൾ എത്രയാണ് 0.4 watt per meter square റൈറ്റ്. ദിസ് ഈസ് ദ
ഇൻറ്റൻസിറ്റി ഓഫ് വിസിബിൾ റേഡിയേഷൻ. ക്ലിയർ ആവുണ്ടല്ലോ അറ്റ് 1 മീറ്റർ. ഇനി ഇതേമാതിരി നമുക്ക് 10 മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 10 മീറ്ററിൻ്റെ കേസ് വിസിബിൾ റേഡിയേഷൻ വരുമ്പോൾ ഇതേമാതിരി ക്വസ്റ്റൻ എഴുതുമ്പോൾ എന്താ, പവറിൻ്റെ സ്ഥലത്ത് 5 തന്നെ എഴുതും, ഏരിയൻ്റെ സ്ഥലത്ത് 3.14 ദാറ്റ് ഈസ് പൈ ദാറ്റ് ഈസ് 3.14. ആർ സ്ക്വയറിൻ്റെ അടുത്ത് എന്ത് എഴുതും, 10 സ്ക്വയർ എന്ന് എഴുതും. സോ യു വിൽ ഗെറ്റ് 4 × 10⁻³ വെബർ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയാ? റൈറ്റ്. നിങ്ങളോട് ഡയമെൻഷൻ ഓഫ് 1/μ0ε0 എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ ചോദിക്കുന്നതാണ്, പക്ഷേ ഈ ചാപ്റ്റർ പഠിച്ചാലേ അതറിയുള്ളൂ. അപ്പം ഓക്കെ, അതിന് മുമ്പ് മക്കൾ ഒരു കാര്യം അറിയണം, നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് 1/√μ0ε0 c ആണ്, വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ 1/μ0ε0 c² ആണ്. അപ്പോൾ L(t⁻⁻1) സ്ക്വയർ അല്ലെങ്കിൽ L/t² അല്ലേ, ഹോൾ സ്ക്വയർ വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഫോഴ്സ് = 1/4πε0 Q1 Q2/r² ആണോ? ഇതിൽ നിന്ന് 4πε0 എന്തെന്ന് എഴുതാം, Q1 Q2/fr². ഇനി ഇതിൽ 4π കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ε0 ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/fr². അപ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം, ഡയമെൻഷൻ ഫോർമുല ഓഫ് ε0 ഈസ് a² അല്ലേ. a² എന്ന് പറഞ്ഞാൽ എന്താ, ചാർജിൻ്റെ സ്ക്വയർ. അത് a² എന്ന് എടുക്കാം നമുക്ക്, ചാർജിൻ്റെ ഡയമെൻഷൻ. ഇനി ഫോഴ്സ് എന്താ, mL(t⁻²) L² അല്ലേ, റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ r² അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ ഇതിനെന്തെന്ന് എഴുതാം, a² m⁻⁻1 L⁻⁻3 t² ആണോ? ഇനി μ0 വേണ്ടിയിട്ട് μ0ൻ്റെ വാല്യൂ ഓർമ്മയുണ്ട്, 4π × 10⁻⁻7 Nm/A² ആണ് അല്ലേ. അപ്പോൾ ഇതിനെനിക്ക് യൂണിറ്റ് വെച്ചിട്ട് എഴുതിക്കൂടെ, എന്ത് ഡയമെൻഷൻ, mL(t⁻²) ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താ, ചാർജ് ബൈ ടൈം അല്ലേ. അപ്പോൾ ചാർജ് ബൈ ടൈമിൻ്റെ സ്ക്വയർ, ചാർജിൻ്റെ ഡയമെൻഷൻ ചെയ്യുന്നല്ല എടുത്തിരിക്കണേ. അപ്പോൾ എന്തെന്ന് എഴുതാം, L(t⁻²)ൻ്റെ കൂടെ ഒരു t² വരും, പിന്നെ a⁻⁻1. അപ്പോൾ ഈ സാധനം തെറിച്ച് പോയില്ലേ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, a⁻². അപ്പോൾ എന്ത് കിട്ടും, mL a⁻² എന്ന് കിട്ടി, എന്ത് ε0 കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നറിയോ, വി ആർ ഗോയിങ് ടു ഫൈൻഡ് 1/, അതിൽ കണ്ടുപിടിക്കേണ്ട ε0 അല്ലേ. 1/, എഴുതുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ആദ്യം ε0 ഇങ്ങോട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ആൻസർ. എത്ര കിട്ടുക, L⁻²- t⁻². ചെയ്ത് നോക്കട്ടോ. യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് L²/t². ഈ L²/t²ൻ്റെ വാല്യൂ അതായത് ഡിസ്റ്റൻസ് ബൈ ടൈമിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ, അതായത് വെലോസിറ്റി സ്ക്വയർ. ക്ലിയർ ആവുണ്ടല്ലോ, സിമ്പിൾ അല്ലത്. റൈറ്റ്. ക്വസ്റ്റ്യൻ നോക്കി, ഇതൊക്കെ ഇതേമാതിരി കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേവ് ഫംഗ്ഷൻ ഒരു SI യൂണിറ്റിൻ്റെ ഫോർമുല ഓഫ് ലൈറ്റ് വേവ് ഈസ് ഗിവൺ ബൈ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് 10⁻3 അതായത് ആംപ്ലിറ്റ്യൂഡ് sin π 3 × 10⁻6 x - 9 × 10⁻14 t തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് 10⁻3 ആയിട്ട് വരുന്നു അല്ലേ. കെൻ്റെ വാല്യൂ 3 × 10⁻6 എന്ന് വരുന്നത് kx - ഒമേഗേൻ്റെ വാല്യൂ ആണ് 9 × 10⁻14. അതിലൊരു പൈ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ പൈ ഉണ്ട്, നീറ്റ് ക്വസ്റ്റ്യൻ ആണത്. അതെ. അപ്പോൾ ഒമേഗയ്ക്ക് സ്ഥലത്ത് എന്തെന്ന് എഴുതും, 2πf is equal to 9 × 10⁻14 പൈ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 2π ഇവിടെ കൊണ്ടുവരണം. പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4.5 അല്ലേ, 4.5 × 10⁻14 ഹെർട്സ് എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയാൽ സിമ്പിൾ അല്ലേ. ഇനി ഇതേമാതിരി ഒരു ഫോട്ടോ ബാക്കിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വലുതാക്കിയാലോ.
എന്നിട്ട് പിന്നെ ഇത് കൊണ്ടുവരണം. എടുക്കട്ടെ. എന്താ പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്. 20 MHz ആണ് അതിൻ്റെ. റൈറ്റ്, ട്രാവൽസ് ത്രൂ സ്പേസ്, right, along x direction. If the electric field vector at a certain point in space is 6 volt per meter, then what is the magnetic field vector at that point? Right. അതായത് നമ്മളോട് പറയുന്നത് സാധാരണ 20 MHz എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീക്വൻസി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മൊത്തം ഉപയോഗിക്കണം എന്നല്ല കേട്ടോ. അതിൻ്റെ അർത്ഥം നമുക്ക് തന്ന വാല്യൂ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അതായത് ഓർ യു ഇഫ് യു നോ ആക്ച്വൽ വേ ഓഫ് ഫൈൻഡിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓയാ, അതിനപ്പോൾ ഫ്രീക്വൻസി ആവശ്യം ഉണ്ടായില്ലേ? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടില്ലേ? നമുക്ക് സീൻ്റെ വാല്യൂ അറിയില്ലേ? അപ്പോൾ എന്താ, E/B = C ഉപയോഗിക്കുക. ഉണ്ടോ? അപ്പോൾ വെറുതെ ആ 20 MHz തന്നിരിക്കുന്നത് കേട്ടോ. സോ B = E/C, റൈറ്റ്. E is 6 volt per meter, 3 × 10⁸, or it is 2 × 10⁻⁻8 Tesla എന്ന് വരും. അപ്പോൾ വെറുതെ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫ്രീക്വൻസീൻ്റെ വാല്യൂ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. ക്ലിയർ ആയാ? ഇനി അതേമാതിരി ഈ പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നോക്കിയേ. ദ ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ വാക്യൂം ഇസ് ഗിവൺ ബൈ E = I വെക്ടർ, അതായത് I ഡയറക്ഷനിലാണ് കേട്ടോ ഉള്ളത്. I ക്യാപ്പ് എഴുതിയില്ല. 40 cos kz മൈനസ്, അപ്പോൾ Z ആണെങ്കിൽ ഒരിക്കലും അത് I വരാൻ പാടില്ല കേട്ടോ, അത് K ആണ് വേണ്ടത്. ഓക്കെ, kz - 6 × 10⁸ T, where E, Z and T are in volt per meter, meter and second, right, respectively the value of wave vector K. അപ്പോൾ നേരത്തെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇത്രയും മാറും. നമുക്കറിയാം ബേസിക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? E = E0 sin kx minus ωt, അല്ലേ? അപ്പോൾ അവിടെ എഴുതിയിരിക്കണം ഒമേഗേൻ്റെ സ്ഥലത്ത് എന്താ കിടക്കുന്നത്? 6 × 10⁸ ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് 2πf = എന്തെന്ന് എഴുതാം? 6 × 10⁸ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്താ K = എന്തെന്ന് എഴുതാം? 2π/λ. ഞാൻ രണ്ട് വഴിയിലും പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ω/c തന്നിട്ടുണ്ട് കേട്ടോ, അതും ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് എഴുതാം? 2π. λ എന്ന് പറഞ്ഞാൽ എന്താണ്? c/μ, or I can write this as 2π × μ/c, അല്ലേ? ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. രണ്ട് വഴിയിലും നിങ്ങൾക്ക് കാണിക്കേണ്ട കേട്ടോ ഞാൻ. റൈറ്റ്, സോ 2π × 6 × 10⁸ divided by 2π × 3 × 10⁸. കട്ട് ചെയ്ത് കളഞ്ഞോ? അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? രണ്ട് സ്ഥലത്ത് 10⁸ അല്ലേ, അപ്പോൾ 2 എന്ന് കിട്ടും നമുക്ക് Kൻ്റെ വാല്യൂ, വേവ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയാ? അതെ. ഇനി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് പേപ്പർ പഠിക്കണമെന്ന് അറിയാലോ. അപ്പോൾ CBSE ബോർഡ് ക്വസ്റ്റ്യൻ പഠിക്കാനാണെങ്കിൽ പ്ലീസ് ഗൈസ്, യു ഗൈസ് ഹാവ് ടു ഹാവ് പാസ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റ് 15 or 10 to 15 ഇയേഴ്സിൻ്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ള, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2005 തൊട്ടിട്ടോ, 2005 വേണ്ട എന്നാലും ഞാൻ പറയാം, 2005 തൊട്ടിട്ട് 2020 വരെ, ഇപ്പോൾ പുതിയ എഡിഷനൊക്കെ പുതുതായിട്ട് ആമസോണിലൊക്കെ ഞാൻ കാണുന്നതാണ്. അപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊക്കെ ഓൾഡാണ് യൂസ് ചെയ്യുക, സോ അതിനെ പക്ഷേ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻ ബുക്സ്, അതായത് ക്വസ്റ്റ്യൻ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കിലായിട്ട് കിട്ടും. ഇപ്പോൾ AC ചാപ്റ്ററിൽ ഓരോ വർഷം വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നീറ്റ് ബുക്സ് നിങ്ങൾ നോക്കി, ഞാൻ ചില സമയത്ത് നീറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ഇങ്ങനെ ഓരോ ക്ലിപ്പിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നീറ്റ് ടു ഫേസ് 2 എക്സാമിനേഷൻ 2008 എന്നൊക്കെ. അതേമാതിരി തന്നെ നമുക്ക് വർഷങ്ങളിൽ ഓരോ വർഷത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ബോർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് പുതിയത് വാങ്ങിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓൾഡ് വാങ്ങിക്കാം. അപ്പോൾ സപ്പോസ് ഇപ്പോൾ 2 വർഷം മുമ്പത്തെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിൽ 2018 ഇയർത്തിൻ്റെ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 2018, 19, 20 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സുന്ദരമായിട്ട് കിട്ടും നിങ്ങൾക്ക്. ഓൾ ഇന്ത്യ ലെവലിലുള്ള മീൻസ് ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. ഇനി കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, എനിക്ക് ഡൗൺലോഡ് ചെയ്ത് ഞാൻ തരാം കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് എടുക്കുന്ന ക്ലാസ്സസ് മക്കപ്പ് ചെയ്യുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് ഭൂരിഭാഗം ആൾക്കാരും തോന്നുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, പ്രീതിച്ചോട് ചോദിച്ചു, ഇഫ് യു ആർ ഗിവൺ ഓർ ഇഫ് യു ആർ എനി ഇൻസ്ട്രക്ഷൻ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയാണ്, എല്ലാ സബ്ജക്റ്റിനും വേണം കേട്ടല്ലോ. എല്ലാ സബ്ജക്റ്റിനും യു ഹാവ് ടു ഹാവ് എ ബുക്ക്,
റൈറ്റ്. അപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കാൻ കഴിയാത്തൊരു സെക്കൻഡ് ഹാൻഡ് ബുക്സും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. എനിക്കറിയില്ല സെക്കൻഡ് ഹാൻഡ് ബുക്സ് ആമസോണിലൊക്കെ സെക്കൻഡ് ഹാൻഡ് ബുക്സും സൈറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതൊരു നോവൽ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ സെക്കൻഡ് ഹാൻഡിൽ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാൻഡായിട്ട് ഒബ്വിയസ്ലി വായിക്കുന്ന ബുക്സും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജിയിലായാലും ചാപ്റ്റർ വൈസ് പ്രീവിയസ് 10 or 15 years ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് പുസ്തകം വാങ്ങിക്കണം. ക്ലിയർ. എക്സാം ഫിയറോ അങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സാം ഐഡിയ അല്ലേ. എക്സാം ഐഡിയ ഒന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ബുക്കിനും ഞാനതിൻ്റെ സൈറ്റിൻ്റെ ഇതാണ് നോക്കിയിട്ടുള്ളത്, പക്ഷെ അത് അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ കുഴപ്പമില്ല, സൈറ്റുണ്ട് കേട്ടോ എക്സാം ഐഡിയ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അതാണ് വേണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. എക്സാം ഐഡിയൻ്റെ PDFs അല്ലെങ്കിൽ സൈറ്റ് ഉണ്ട്. അതിൽ അവർ ഇയർ വൈസ് ആയിട്ടുള്ള കുറേ ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഡിവൈഡ് ചെയ്തിട്ട് 2 marks ക്വസ്റ്റ്യൻ, 3 marks ക്വസ്റ്റ്യൻ, 4 marks ക്വസ്റ്റ്യൻ, 5 marks ക്വസ്റ്റ്യൻ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബുക്ക് വാങ്ങിച്ചേ പറ്റൂ കേട്ടോ.